ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NRIസിന്റെ ടാക്സ് ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. ഈ സബ്ജക്ട് രണ്ട് പാർട്ടുകളായിട്ടാണ് ചെയ്യുന്നത്. ഈ രണ്ട് പാർട്ടുകളിലും കൂടി ആരാണ് NRIസിന്റെ ടാക്സ് ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ബെനിഫിറ്റ്സ് എന്താണ്, അതുപോലെ വിത്ത് ഡിഫറൻറ്റ് കേസ് സിനാരിയോസ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1-ൽ NRIസിന്റെ ടാക്സ് ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചും ITR ഫയൽ ചെയ്യാനുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2-ൽ വിത്ത് ഡിഫറൻറ്റ് കേസ് സിനാരിയോസ് വിത്ത് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ജോബി ജോർജ്. വെൽക്കം ടു ജോബ്സ് കോർണർ. ഏറ്റവും ആദ്യം ആരാണ് NRI എന്ന് നോക്കാം. ഫെമ റൂളാണ് ഒരു ഇന്ത്യൻ സിറ്റിസന്റെ റെസിഡൻസി സ്റ്റാറ്റസ് ഡിഫൈൻ ചെയ്തത്. അക്കോർഡിംഗ് ടു ഫെമ റൂൾ, ഒരു ഇന്ത്യൻ സിറ്റിസൺ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 182 ഡേയ്സിന് മുകളിൽ ഇന്ത്യയിൽ ഔട്ട്സൈഡിലാണ് അവർ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ NRI ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് എന്ത് പർപ്പസിനുമാകാം, വർക്കിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ബിസിനസ് പർപ്പസ് ആകാം, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് വിസയിലാകാം. ഇവരെയൊക്കെ NRI ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ ഒരു ഇന്ത്യൻ സിറ്റിസന്റെ ടാക്സ് റെസിഡൻസി ഡിഫൈൻ ചെയ്തത് 1961-ലെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം. അത് പ്രകാരവും ഒരു ഇന്ത്യൻ സിറ്റിസൺ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 182 ഡേയ്സിന് മുകളിൽ ഇന്ത്യയുടെ ഔട്ട്സൈഡിലാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ അവരുടെ ടാക്സ് റെസിഡൻസി നോൺ റെസിഡന്റ് എന്നുള്ളതായിരിക്കും. അതാണ് മെയിൻ കണ്ടീഷൻ എങ്കിലും മറ്റ് ചില കണ്ടീഷൻസ് കൂടിയുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് വായിച്ച് നോക്കുക. ഇനി ആരൊക്കെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇന്ത്യൻ സിറ്റിസൺ, റെസിഡന്റ് ആയിക്കോട്ടെ നോൺ റെസിഡന്റ് ആയിക്കോട്ടെ, അവരുടെ ടോട്ടൽ ഇൻകം ബേസിക് എക്സംപ്ഷൻ ലിമിറ്റിന് മുകളിലാണെങ്കിൽ അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. NRIസിന്റെ കേസിലാണെങ്കിൽ കറന്റ് ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് ഫിനാൻഷ്യൽ ഇയർ 24 to 25-ൽ ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 3 lakhs-ഉം നെക്സ്റ്റ് ഇയർ മുതൽ അത് 4 lakhs-ഉമാണ്. NRIസിന്റെ കേസിൽ ഇന്ത്യയിൽ നിന്നുള്ള ടോട്ടൽ ഇൻകം 3 lakhs-ന് മുകളിലാണെങ്കിൽ മാൻഡേറ്ററി ആയിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. റെസിഡന്റ് ഇന്ത്യൻസിന്റെ കാര്യത്തിൽ ഒരു ടോട്ടൽ ഇൻകം അത് ഇന്ത്യയിൽ നിന്നുള്ളതും അതേപോലെ ഫോറിൻ ഇൻകം കൂടി ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ടോട്ടൽ ഇൻകം 3 lakhs-ന് മുകളിലാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. NRIസിന്റെ ഇന്ത്യയിൽ നിന്നുള്ള ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ ഏതൊക്കെ സോഴ്സിൽ നിന്നുള്ള ഇൻകമാണ് നമുക്ക് ചെക്ക് ചെയ്യാം. സാലറി, പെൻഷൻ, അങ്ങനെയുള്ള ഇൻകംസ്, അതേപോലെ റെന്റൽ ഇൻകംസ്, അതേപോലെ എന്തെങ്കിലും പ്രൊഫഷണൽ സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഇൻകം, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അത് സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാൻഡ്, പ്രോപ്പർട്ടി, ഗോൾഡ് എന്നിവയിൽ നിന്നുള്ള ഇൻകം, അതേപോലെ NRO സേവിംഗ് അക്കൗണ്ടിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ഇൻകം, അതേപോലെ അതർ ഇൻകംസ് എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് ഇൻകം ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്നതാകാം, ക്രിപ്റ്റോ കറൻസിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാകാം. അതൊക്കെ അതർ ഇൻകം എന്നുള്ള കാറ്റഗറിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സോഴ്സുകളിൽ നിന്നുള്ള ടോട്ടൽ ഇൻകം ബേസിക് എക്സംപ്ഷൻ ലിമിറ്റായ 3 lakhs-ന് മുകളിലാണെങ്കിൽ NRIs മാൻഡേറ്ററി ആയിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. ഈ ഇൻകം സോഴ്സസ് കൂടാതെ NRO സേവിംഗ് അക്കൗണ്ടിൽ 50 lakhs-ൽ കൂടുതൽ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അതേപോലെ കറണ്ട് അക്കൗണ്ടിൽ 1 crore കൂടുതലുണ്ടെങ്കിലോ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ നിങ്ങളുടെ TDS-ഓ TCS-ഓ 25,000-ന് മുകളിലാണെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്യേണ്ടതാണ്. റെസിഡന്റ് ഇന്ത്യൻസിന്റെയും നോൺ റെസിഡന്റ് ഇന്ത്യൻസിന്റെയും ടാക്സ് ആപ്ലിക്കേഷൻസിൽ മേജർ ആയിട്ടുള്ള ഡിഫറൻസുകൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സെക്ഷൻ 87A പ്രകാരമുള്ള 4 lakhs-ന്റെ റിബേറ്റിന് NRIs അർഹരല്ല. അതേസമയം റെസിഡന്റ് ഇന്ത്യൻസിന്റെ കാര്യത്തിൽ ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ്, അതേപോലെ 4 lakhs റിബേറ്റ്, അങ്ങനെ 7 lakhs വരെയുള്ള എമൗണ്ടിന് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. 3 lakhs-ന് മുകളിലാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. പക്ഷേ 7 lakhs വരെയുള്ള ഇൻകത്തിന് അവർ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ മറ്റൊരു മേജർ ഡിഫറൻസ് ആണ് ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുകളിലുള്ള കാറ്റഗറൈസേഷൻ. ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുകൾ സ്പെഷ്യൽ കാറ്റഗറിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. NRIസിന്റെ കേസിൽ കാറ്റഗറിയിൽ നിന്നുള്ള ഇൻകം സ്പെഷ്യൽ കാറ്റഗറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന് ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ് ആപ്ലിക്കബിൾ അല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2 lakhs ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. NRIസിന്റെ കേസിൽ ആ 2 lakhs-ന് മുകളിലും ടാക്സ് പേ ചെയ്യേണ്ടതാണ്. അവിടെ ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ് ഒന്നും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നില്ല. നിങ്ങളുടെ ടോട്ടൽ ഇൻകം 3 lakhs ആണ്. നിങ്ങൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 2 lakhs ആണെങ്കിലും ഈ 2 lakhs-ന് മുകളിൽ നിങ്ങൾ ടാക്സ് പേ ചെയ്യണം. എന്നാൽ റെസിഡന്റ് ഇന്ത്യൻ്റെ കേസിൽ അത് ബേസിക് എക്സംപ്ഷൻ ലിമിറ്റിൽ കൺസിഡർ ചെയ്ത് അവർക്ക് 2 lakhs-ന് മുകളിൽ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. പലരും തെറ്റിദ്ധരിക്കുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ടാക്സ് പേ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ടോട്ടൽ ഇൻകം 3.5 lakhs-ഉം നിങ്ങളുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1 lakhs-ഉമാണെന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് മാറ്റും. റിമൈനിങ് 2.5 lakhs ആണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം വരുന്നത്. അത് ബേസിക് എക്സംപ്ഷൻ ലിമിറ്റായ 3 lakhs-ന് താഴെയായതുകൊണ്ട് അതിന് മുകളിൽ ടാക്സുകളൊന്നും ആപ്ലിക്കബിൾ ആകുന്നതല്ല. അതേപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റലിന് മുകളിലും മറ്റൊരു എക്സംപ്ഷൻ ഉണ്ട്. 1.25 lakhs വരെയുള്ള ലോങ് ടൈം ക്യാപിറ്റലിന് മുകളിൽ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കേസിൽ ഒരു ടാക്സും പേ ചെയ്യേണ്ടി വരില്ല. പക്ഷേ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. ഇനി ഓരോ ബെനിഫിറ്റ്സിനെ കുറിച്ചും ചെക്ക് ചെയ്യാം. വീഡിയോ ഇവിടെ നിർത്തിപ്പോകരുത്. ഇനിയാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജുകൾ കിട്ടുന്നത്. ഏറ്റവും ആദ്യത്തെ TDS റീഫണ്ട് എന്നുള്ളതാണ്. TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് ഫ്രം സോഴ്സ് എന്നുള്ളതാണ്. NRIസിന്റെ കേസിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഗെയിൻ കിട്ടുമ്പോൾ അത് ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്റ്റോക്ക് വാങ്ങി നിങ്ങൾക്ക് 1000 രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ, അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ
അതായത് നിങ്ങൾ 365 ഡേയ്സിന് ശേഷമാണ് ആ ഷെയർ സെല്ല് ചെയ്യുന്നതെങ്കിൽ അവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയ 12.5% ആപ്ലിക്കബിൾ ആണ്. ആ 12.5% ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിനു ശേഷമുള്ള റിമൈനിങ് എമൗണ്ട് മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുകയുള്ളൂ. റെസിഡന്റ് ഇന്ത്യൻസിന്റെ കാര്യത്തിൽ ഈ TDS ആപ്ലിക്കബിൾ ആകുന്നതല്ല, മുഴുവൻ പ്രോഫിറ്റും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രമാണ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത്. NRIസിൻ്റെ കേസിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് 10 രൂപയാണെങ്കിലും അതിൻ്റെ മുകളിൽ ഈ ആപ്ലിക്കബിൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ക്രെഡിറ്റ് ആകുകയുള്ളൂ. എന്നാൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കാര്യത്തിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 1.25 ലാക്സ് വരെയുള്ള പ്രോഫിറ്റിന് മുകളിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ട്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 2 ലാക്സ് വരെയാണെങ്കിൽ 1.25 ലാക്സ് വരെയുള്ള പ്രോഫിറ്റ് നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. റിമൈനിങ് 75,000 മുകളിൽ മാത്രം ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ NRIസിൻ്റെ കേസിൽ TDS ഡിഡക്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ക്രെഡിറ്റ് ആകുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ 1.25 ലാക്സ് വരെയുള്ള പ്രോഫിറ്റിന് മുകളിൽ എത്രയാണോ TDS ഡിഡക്റ്റ് ചെയ്തത് അത് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ ITR ഫയൽ ചെയ്യുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 16,000 വരെ റീഫണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. ഇതേപോലെ ഹയർ TDS ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന 2 കാറ്റഗറിയാണ് NRO സേവിംഗ് അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് ഇൻകം, അത് FD ആണെങ്കിലും അതല്ലാതെ തന്നെ NRO അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ടിന് മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റിന് മുകളിലും 30% TDS ആപ്ലിക്കബിൾ ആണ്. അതേപോലെ NRSന് ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും റെൻ്റൽ ഇൻകം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലും 30% TDS ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നതാണ്. NRIs നാട്ടിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റെൻറ്റിനെടുത്ത ആൾ TDS ഡിഡക്റ്റ് ചെയ്തതിനു ശേഷമുള്ള എമൗണ്ട് ആണ് നിങ്ങൾക്ക് പേ ചെയ്യുന്നത്. അതും 30% ആണ് TDS ഡിഡക്റ്റ് ചെയ്യുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയറിലെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇൻകം ഒരു 3 lakhs ഒക്കെ ആണെങ്കിൽ 90,000ഓളം TDS ആയിട്ട് പോകുന്നതാണ്. നിങ്ങൾ ITR ഫയൽ ചെയ്തില്ലെങ്കിൽ ആ 90,000 വെറുതെ പോകുന്ന എമൗണ്ട് ആണ്. അതേസമയം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിന് താഴെയാണെങ്കിൽ മുഴുവൻ TDSഉം നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. അതേപോലെ ബേസിക് എക്സംഷൻ ലിമിറ്റിന് മുകളിലാണെങ്കിൽ നിങ്ങൾ ITR ഫയൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റിന് മുകളിലുള്ള എമൗണ്ടിൻ്റെ മുകളിൽ സ്ലാബ് റേറ്റ് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ 30% TDS കട്ട് ചെയ്തത് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും. അടുത്ത വലിയൊരു ബെനിഫിറ്റാണ് നിങ്ങളുടെ ലോസുകൾ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയും ഫ്യൂച്ചറിലെ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഈ ഫിനാൻഷ്യൽ ഇയർ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2 ലക്ഷത്തോളം രൂപ ലോസിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ടാക്സ് ഒന്നും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നില്ല. പക്ഷേ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണ്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് 5 lakhs പ്രോഫിറ്റ് കിട്ടുകയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ 5 lakhsന് മുകളിൽ നെക്സ്റ്റ് ഇയർ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ ITR ഫയൽ ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ 2 lakhs ലോസ് ഈ വർഷത്തെ 5 lakhsമായിട്ട് സെറ്റ് ഓഫ് ചെയ്ത് റിമൈനിങ് 3 lakhsന് മുകളിൽ മാത്രം നിങ്ങൾ ടാക്സ് പേ ചെയ്താൽ മതി. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ ഈ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതല്ല. ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സെക്ഷൻ 54 പ്രകാരം ഒരു അസറ്റിലെ ഗെയിൻ മറ്റൊരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഒരു ഗെയിൻ കിട്ടി, ടോട്ടൽ ഇൻകം ഉപയോഗിച്ച് നിങ്ങൾ ഹൗസിംഗ് പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടുന്നതാണ്. അവിടെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഇത് മാക്സിമം നിങ്ങളുടെ രണ്ടാമത്തെ വീടായിരിക്കണം. അതേപോലെ ഈ ഹൗസിംഗ് പ്രോപ്പർട്ടി വാങ്ങുന്നത് 1 year ബിഫോറോ അല്ലെങ്കിൽ 2 year ആഫ്റ്ററോ, അതായത് നിങ്ങൾ ഈ ഗെയിൻ ബുക്ക് ചെയ്യുന്നതിന് 1 year മുന്നെയോ അല്ലെങ്കിൽ 2 വർഷങ്ങൾക്ക് ശേഷമോ ആയിരിക്കണം ഈ പർച്ചേസ് നടക്കുന്നത്. അതേപോലെ പർച്ചേസ് ചെയ്ത് നെക്സ്റ്റ് ഇയർ തന്നെ സെല്ല് ചെയ്യാൻ സാധിക്കുന്നതല്ല. 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ എക്സംഷൻ റിവോക്ക് ചെയ്യപ്പെടുന്നതാണ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതുകൊണ്ടുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ക്രെഡിബിലിറ്റിയാണ്. നിങ്ങൾക്കൊരു വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ഷെങ്കൻ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഗൾഫ് കൺട്രീസുള്ള NRIസിന് മറ്റൊരു വലിയ ബെനിഫിറ്റ് ഉണ്ട്. ആ ബെനിഫിറ്റിനെ കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. സ്പീഡ് കുറച്ച് കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. വീഡിയോയുടെ ലെങ്ത് ചുരുക്കാൻ വേണ്ടിയാണ് കുറച്ച് സ്പീഡ് കൂട്ടിയത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും മനസ്സിലാക്കാതെ വരികയാണെങ്കിൽ ഒന്ന് റീവൈൻഡ് ചെയ്ത് കൂടെ കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വിത്ത് എക്സാമ്പിൾസ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി എത്രയും പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.